കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ചില വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് വ്യാഴാഴ്ച പുറപ്പെടുവിച്ച അടിയന്തര ഉത്തരവനുസരിച്ച് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാർ, ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കാഷ്വൽ ലീവുകളിലേക്ക് പോയിട്ടുള്ള, അതായത് കാഷ്വൽ ഏൺഡ് ലീവിലേക്ക് പോയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഉടനടി തന്നെ അവരുടെ അവധികളെല്ലാം തന്നെ അടിയന്തരമായി റദ്ദാക്കിയിരിക്കുന്നു എന്നൊരു ഉത്തരവാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് അവധിയിൽ പോയിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, അതായത് ഇപ്പോൾ മെഡിക്കൽ ലീവുമായി ബന്ധപ്പെട്ടാണെങ്കിലോ അല്ലെങ്കിൽ കാഷ്വൽ ലീവ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതാണെങ്കിലോ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉടനടി അതാത് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഡൽഹി കമ്മീഷണർ ഒരു നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ചില ഉദ്യോഗസ്ഥർ മെഡിക്കൽ ലീവ് എടുത്തിട്ടുള്ളതിൽ ചില ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടാവും, അതായത് ഈ അവരുടെ സ്വകാര്യ മെഡിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും, അതായത് ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. അപ്പോൾ അങ്ങനെ അതായത് ഓപ്പറേഷൻ ചെയ്ത് ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന ഉദ്യോഗസ്ഥരൊന്നും തന്നെ അവർ പങ്കെടുക്കേണ്ട, മറ്റുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഉടനടി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം ഡൽഹി പോലീസിന് നൽകിയിട്ടുണ്ട്. പോലീസുകാരുടെ മുൻകൂട്ടി നിശ്ചയിച്ച ട്രെയിനിങ് പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ മറ്റ് പ്രോഗ്രാമുകളെല്ലാം തന്നെ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും ഡൽഹി പോലീസ് ഇറക്കിയിട്ടുണ്ട്. തികച്ചും അടിയന്തര സ്വഭാവമുള്ള ആരോഗ്യ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇനി മേലധികാരികളുടെ പ്രത്യേക അനുമതിയോടെ അവധി അനുവദിക്കൂ എന്നാണ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. അതായത് ഇനി അത്യന്തം ആവശ്യമായ, അതായത് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാത്രമേ ഇനി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറച്ച് മാസത്തേക്ക് അവധി നൽകുകയുള്ളൂ എന്നാണ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ജൂലൈ 20-ന് CJPയുടെ നേതൃത്വത്തിൽ നടന്ന സംസദ് ചലോ മാർച്ചിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. സംഭവത്തിൽ 100-ലധികം പോലീസുകാർക്കും പ്രതിഷേധക്കാർക്കും പരിക്കേൽക്കുകയും നിരവധി വാഹനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ 10 FIR-കൾ രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. AI ക്യാമറകളും CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ആക്രമികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനകം 200-ലധികം പേരെ കരിനർ തടങ്കലിൽ എടുത്തിട്ടുണ്ട്. വീണ്ടും വൻതോതിൽ പ്രക്ഷോഭകർ തലസ്ഥാനത്തേക്ക് എത്തുന്നത് തടയാനും ജന്തർ മന്ദിർ, പാർലമെന്റ് സ്ട്രീറ്റ്, കനോട്ട് പ്ലേസ് മേഖലയിൽ വൻ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും നഗരത്തിന്റെ എല്ലാ അതിർത്തികളിലും പോലീസും അതോടൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും വൻ ബാരിക്കേഡുകൾ തീർത്ത് കർശന പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ സോനം വാങ്ചുക് അടക്കമുള്ളവർ ഇപ്പോൾ നിരാഹാര സമരത്തിൽ നിന്നും പിന്മാറുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. പാർട്ടികളുടെ വലിയ തോതിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് സോനം വാങ്ചുക് പറയുന്നു. പക്ഷേ ഇതിന് നീറ്റുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇതിനുമായിട്ട് ചർച്ച നടത്തണം, കൂടാതെ ഇതിനുവേണ്ടി ഒരു നിയമമൊക്കെ കൊണ്ടുവരണമെന്ന് സോനം വാങ്ചുക് പറയുന്നു. അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അത് കൂടാതെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നപ്പോൾ തന്നെ ഈ നീറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്യുകയും അവരെ മാറ്റുകയും ചെയ്തുള്ള ഒരു നടപടി ആദ്യമേ തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ഏത് സമയത്തും നടക്കാം. അതായത് രാത്രിയിലേക്ക് ആയിരിക്കും അവർ കൂടുതലായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അവരുടെ കൂടെ പിന്തുണയുമായിട്ട് ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് രീതിയിൽ എന്തും സംഭവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി ഇപ്പോൾ മാറി നിൽക്കുന്നു. അതുകൊണ്ടാണ് അതീവ ജാഗ്രത ഇപ്പോൾ പുറപ്പെടുവിച്ചത്. അതുകൊണ്ടാണ് അവധിയിലേക്ക് പോയിരിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഡൽഹി കമ്മീഷണറോട് നിർദ്ദേശം നൽകിയത്. അത്യാവശ്യമായി, അതായത് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അതായത് എന്തെങ്കിലും ഓപ്പറേഷനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ബെഡ് റെസ്റ്റ് എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊന്നും പങ്കെടുക്കേണ്ട, അവരുടെ ലീവ് ക്യാൻസൽ ചെയ്യില്ല എന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഉദ്യോഗസ്ഥർ ഉടനടി എത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്.